ക്രിസ്ത്യാനോ റൊണാൾഡോയുണ്ട്. നെഹന്യാഹുവിന് കൈ കൊടുക്കൂല എന്ന് പറഞ്ഞ, പെപ്സി കുടിക്കാൻ പരസ്യമായി മൈതാനത്ത് വെച്ച് വിസമ്മതിച്ച, ഫലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ കോച്ച് പോലും കഴിഞ്ഞ ലോകകപ്പിൽ നേരെ പകുതിക്ക് ശേഷമാണ് അവനെ ഇറക്കിയത്. അവൻ കൂടുതൽ ഗോളടിച്ച് ടോപ്പ് സ്കോറർ ആകരുതെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ കോച്ചിന് രാജിവെക്കേണ്ടി വന്ന് ജനകീയ രോഷം കൊണ്ട്. 660 മില്യൺ ആളുകൾ വ്യൂവേഴ്സുള്ള ആളാണ്. ജനരോഷം കൊണ്ട് പക്ഷേ അയാളെ ടീമിൽ നിന്ന് മാറ്റാൻ പറ്റാതെ വന്നപ്പോൾ ഇത്തവണ കളിക്കാർ അദ്ദേഹത്തിന് പന്ത് കൊടുക്കുന്നില്ല. ഒരു 3 സെക്കൻഡ് ഒരേ സമയം അയാളുടെ കാലുകളിൽ പന്ത് കാണുന്നുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ച. കാരണം എന്താ? സാമ്രാജ്യത്വത്തിന്റെ ഏജന്റാകാൻ വിസമ്മതിക്കുന്ന ഒരാളെ കളിക്കളത്തിൽ നശിപ്പിക്കുക. പണ്ട് നിങ്ങൾ കണ്ടില്ലേ, സൈനുദ്ദീൻ സൈദാൻ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ, ഫ്രാൻസിന്റെ 2 ഗോളുകളും സ്വന്തം നിലയ്ക്ക് അടിച്ച് ഫ്രാൻസിനെ ലോകകപ്പ് ജയിപ്പിച്ച ആ ചെറുപ്പക്കാരൻ രണ്ടാമത്തെ ഫൈനലിലും വീണ്ടും ഫ്രാൻസിനെ ജയിപ്പിക്കാൻ സമയമായപ്പോൾ ഇറ്റലിയിലെ ഫ്രാങ്കോ മട്ടറാസി എന്ന് പറയുന്ന ഒരുത്തം പുറകെ നടന്നുകൊണ്ട് അയാളെ ചീത്ത വിളിച്ചിട്ട് അയാളുടെ പ്രകോപനത്തെ ഉത്തേജിപ്പിച്ചിട്ട് തലകൊണ്ട് അയാളെ കുത്തി താഴെയിട്ടിട്ട് അയാൾ കളിക്കളത്തിൽ നിന്ന് ഫൈനലിൽ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ, സാമ്രാജ്യത്വ വിരുദ്ധനാണെങ്കിൽ, ഇസ്രയേലിന്റെ വക്താവല്ലെങ്കിൽ അവനെ പൊറുപ്പിക്കില്ല കളിക്കളത്തിൽ പോലും എന്ന് പറയുന്ന വ്യവസ്ഥിതിയാണ് ലോകകപ്പ് നിയന്ത്രിക്കുന്നത്. പെണ്ണും കള്ളും തിമിർത്താടുന്ന അതിന്റെ പുറകെ നമ്മുടെ മക്കൾ ലോകകപ്പിന്റെയും ലഹരിയില്ല. ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ വാസ്തവത്തിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. തൂഫാൻ ഇങ്ങോട്ടോടെ നീണ്ടുവരണം. നമ്മുടെ മക്കള് ഈ കളിയുടെയും ഈ പന്തിന്റെ പുറകെയും ഈ പെണ്ണിന്റെ പുറകെയും ഈ ലഹരിയുടെ പുറകെയും മാത്രം പോകരുത്. ഒന്ന് മാത്രം പോരാ, ഇതെല്ലാം ലഹരിയ. നമ്മുടെ മക്കളെ തിരിച്ചു പിടിക്കണം. അവർ തലകൊണ്ട് ചിന്തിക്കുന്നവരാകണം. അവർ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്നവരാക്കണം. അവർ അക്രമത്തിനെതിരിൽ നാവുയർത്തുന്നവരാകണം. അതിനുവേണ്ടിയാണ് അള്ളാഹു വളരെ വ്യക്തമായ എല്ലാ വെള്ളിയാഴ്ച ഇത് പറഞ്ഞു തരുന്നുണ്ട്. കേൾക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് തിജാറത്തൻ, മക്കളെ അള്ള പറയാണ്, അവരെങ്ങാനും കച്ചവടത്തെയും സ്പോർട്സിനെയും ബിസിനസ്സിനെയും അവർ വലുതായി കണ്ടാൽ, അതിന്റെ പുറകെ അവർ പോവുകയും അങ്ങയുടെ പള്ളിയിൽ വന്ന് അങ്ങയുടെ ഖുത്ബ കേൾക്കാൻ അവർ വിസമ്മതിക്കുകയും ചെയ്താൽ, അവരോട് പറഞ്ഞേക്കൂ, മാ ഇൻദല്ലാഹി ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ, അള്ളാഹുടെ കയ്യിലുള്ളതാണ് അവരുടെ ബിസിനസ്സിനേക്കാൾ സ്പോർട്സിനേക്കാൾ ആവർത്തിച്ച് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് പറയുക, സ്പോർട്സും ബിസിനസ്സുമല്ല അവർക്ക് അന്നം തരാൻ പോകുന്നത്. വല്ലാഹു ഖൈറുർ റാസിഖീൻ, അള്ളാഹുവാണ് അന്നം കൊടുക്കുന്നതെന്ന് ബിസിനസ്സിനെ വലുതായി കാണുന്ന മക്കളോട് പറഞ്ഞേരെ. സ്പോർട്സിനെ വലുതായി കണ്ടുകൊണ്ട് സാമ്രാജ്യത്വത്തിന്റെ ഏജന്റുമാർക്ക് കുടപിടിക്കുന്ന സമൂഹത്തോട് പറഞ്ഞേരെ എന്ന് എല്ലാ വെള്ളിയാഴ്ച ഇമാമ് പള്ളിയിൽ ഓതി കേൾപ്പിക്കുക. നമ്മുടെ സമുദായത്തിന് ഇതിന്റെ പുറകെ നടക്കലും പണി.